ഹായ് ഹലോ എല്ലാവരും സുഖാന്ന് വിചാരിക്കുന്നു. മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. നമ്മളെ വഴിയിൽ വെച്ച് കാണുമ്പോഴൊക്കെ പറയാറുണ്ട് നല്ല ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു വീഡിയോകളാണ് നിങ്ങളുടെ പ്രസന്റേഷൻ നല്ല സൂപ്പറാണ് എന്നൊക്കെ പറയും. അങ്ങനെ കുറെ കമന്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. പുതിയതായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ഈ വീഡിയോ കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ വരും. ചാലഞ്ച് ഒന്നും ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല, അതാണ് സത്യത്തില്. ഇന്ന് ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം പറയാൻ വന്നത് എന്താന്ന് വെച്ചാല്, ഞാന് 2 ദിവസം മുന്നേ നമ്മുടെ തൃശ്ശൂർക്ക് പോയിരുന്നു. അപ്പൊ അറിയാലോ തൃശ്ശൂരത്തെ അവസ്ഥ ഫുള്ള് ബ്ലോക്കാണ്. ഇങ്ങനെ നിർത്തി ആ ശോഭയുടെ നെസ്റ്റോ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ ഭയങ്കര ഹെവി ആയിട്ട് ബ്ലോക്കാണ്. അങ്ങനെ ബ്ലോക്കിൽ പെട്ട് നെസ്റ്റോന്റെ അവിടെ നിൽക്കുകയാണ് ഞാന്. ആ നിൽക്കണ നേരത്ത് എന്റെ തൊട്ടപ്പുറത്ത് ഫുള്ള് ബ്ലോക്കാണ്. ഒന്നും രക്ഷയില്ല. ഒരു ഇഞ്ച് ഒരു ആംബുലൻസ് വന്നാൽ പോലും അത് കൂടെ കടന്നു പോകാൻ പറ്റില്ല, അതുപോലെ ടൈറ്റാ. അപ്പൊ ഒരാള് കുറച്ച് നീങ്ങിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓ എന്ത് നല്ല മനുഷ്യൻ, അയാള് ഈ ബഹളത്തിൽ നിന്നൊക്കെ നീങ്ങി നിന്നതൊക്കെ നോക്കി കാണുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തൊരു ക്ഷമാശീലൻ എന്നൊക്കെ ഞാന് വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ എന്റെ മൈൻഡിൽ അതൊക്കെ ചിന്തിച്ചു തുടങ്ങി. ബാക്കിയുള്ളവരൊക്കെ ബഹളാണ്, കീ അടിക്കുന്നു, ആകെ ബഹളം. നമുക്കാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചെത്താനുള്ള ടെൻഷൻ, അങ്ങനെ ടെൻഷൻ അടിച്ച്. അപ്പൊ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് ഒരാൾ അകലെ നീങ്ങി നിൽക്കുന്നുണ്ട് ഈ ഒരു ട്രാഫിക്കിൽ പെടാതെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഭയങ്കര ശാന്തശീലനാണ്. അയ്യോ ഇങ്ങനെ ഈ ബഹളത്തിന്റെ ഇടയിലൊക്കെ ടെൻഷൻ അടിക്കാണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നേ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ അയാളുടെ തനി സ്വഭാവങ്ങൾ പുറത്തേക്ക് എടുത്തത്. അയാൾ അവിടെ നിന്നിട്ട് ഇല്ലാത്ത തെറികളില്ല. ആ തെറികൾ മുഴുവനും സ്ത്രീകളെ പറ്റിയിട്ടാ. അറിയാലോ സ്ത്രീകളെ പറ്റിയിട്ട് എന്ത് തെറികളാണ് 1-2 പ്രത്യേകിച്ച് വരുന്നത്, അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ പബ്ലിക്കാണ്, കുറച്ച് വേറെ 2-3 ലേഡീസ് സ്കൂട്ടറിൽ അവിടെ അരിയിട്ട് നിൽക്കുന്നുണ്ട്, ഞാനിരിക്കുന്നുണ്ട് ഈ ഭാഗത്ത്. അങ്ങനെ 3-4 ലേഡീസ് തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പബ്ലിക്കായിട്ട് സ്ത്രീകളുടെ ആ ഒരു പേര് പറഞ്ഞു. ആ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, എന്റെ സംസ്കാരം അതിനെ അനുവദിക്കുന്നില്ല. അപ്പൊ ഞാന് വിചാരിച്ചു ഇത്ര നേരം ദൈവമേ, ഞാൻ വിചാരിച്ചത് ഇങ്ങനെയായിരുന്നോ? ഇയാള് പറയണ നോക്കി, ഇയാളുടെ വായിന്ന് വരുന്ന ദൂഷിച്ച വാക്കുകൾ നോക്ക്. അവരുടെ വീട്ടിലെ അമ്മയുണ്ട്, പെങ്ങളുണ്ട്, ഭാര്യ ഉണ്ടെങ്കിൽ ഇത്തിരി ഏജ്ഡ് ആയ ഒരാളാണ്, ഭാര്യയുണ്ട്, പെൺമക്കളുണ്ടായിരിക്കും. അവർക്കൊക്കെ ഈ പറഞ്ഞ സാധനങ്ങൾ ഉണ്ട്. എന്നിട്ടും ആ വേർഡ് ഞാൻ ഇപ്പൊ പറയുന്നില്ല, അതൊരു 10 പ്രാവശ്യമെങ്കിലും അയാൾ പറഞ്ഞിട്ടില്ല. ഇത്തിരി അകലെ നിന്നിട്ടാണ് നമുക്ക് കേൾക്കാം, അത്ര സൗണ്ടിലാണ് പറയുന്നത്. ഫ്രണ്ടിൽ സ്ത്രീകൾ നിൽക്കുന്നുണ്ട്, സൈഡിൽ നിൽക്കുന്നുണ്ട്, അതൊന്നും ചിന്തിക്കുന്നില്ല. ഈ ഒരു വേർഡ് പറഞ്ഞിങ്ങനെ അതിലെന്ത് സുഖാണ് എനിക്ക് മനസ്സിലാവണില്ല. ഈ സ്ത്രീകളുടെ ഇത് വെച്ചിട്ട് ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുക, അതെന്ത് സുഖാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങളുടെ പുരുഷന്മാരുടെ പറഞ്ഞോ, ഈ സ്ത്രീകളുടെ ഈ ഒരു അവയവത്തെ വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതെനിക്ക് ശരിക്കും ദേഷ്യം വന്നു. പിന്നെ പബ്ലിക്കാണ്, നമ്മള് വലിയ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാല് അത് വലിയൊരു പ്രശ്നത്തിലേക്കായി തീരും എന്നുള്ളതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു. പക്ഷെ വീട്ടിലെത്തിയപ്പോ എനിക്ക് അങ്ങനെയാ, ചില നേരത്ത് പ്രതികരിക്കേണ്ട നേരത്തെ പ്രതികരിച്ചേ പറ്റുള്ളൂ. വീട്ടിലെത്തിയിട്ട് ഞാൻ ആലോചിക്കും, അയ്യോ ആ നേരത്തെ അയാളോട് പ്രതികരിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഇയാൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയില്ല. അയാൾ വീട്ടിൽ പറഞ്ഞോട്ടെ, അയാളുടെ ഭാര്യയോട് പറഞ്ഞോട്ടെ, പക്ഷെ അത് പബ്ലിക്കായിട്ട് പറയുമ്പോ നമുക്കത് കേട്ട് നിൽക്കാൻ വലിയ സുഖമില്ല. അപ്പൊ ഒരാളെ നമ്മള് വിത്തിൻ സെക്കൻഡ് കൊണ്ടാണ് അവരുടെ മൈൻഡ് മനസ്സിലാക്കുന്നത്, അവരുടെ ക്യാരക്ടർ പെട്ടെന്ന് മനസ്സിലാവുന്നത്. അതുവരെ ഞാൻ അയാളെ എന്ത് വിചാരിച്ചു, പാവം നീങ്ങി നിക്കണം നോക്കുന്ന്. വിത്തിൻ സെക്കൻഡ് ആള് പ്ലേറ്റ് മാറ്റി മുത്തം തെറി എന്ന് വെച്ചാൽ മുത്തം തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഒരാളെന്നെ നമ്മൾ വീക്ഷിക്കുന്ന കണ്ണുകൊണ്ടായിരിക്കില്ല അയാളുടെ ക്യാരക്ടർ ഉണ്ടാവുക, ഡിഫറെന്റ് ആയിരിക്കും. ഡബിൾ ക്യാരക്ടറുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ട്രിപ്പിൾ ക്യാരക്ടറുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല കേട്ടോ, പലരും പല ടൈപ്പാണ്. അപ്പോ നമ്മളെന്താ ചെയ്യേണ്ടത്, കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കാനേ നേരം ഉണ്ടാവുള്ളൂ, അല്ലാതെ ഹാപ്പി ആയിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. സ്ത്രീകളെങ്ങനെ അപമാനിക്കുന്നത് ഒന്ന് കുറച്ചാ കൊള്ളാം. ഈ തെറി പറയുന്നത് അവരവരെ വീട്ടിലുള്ള ആൾക്കാരുടെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നതെങ്കിൽ ക്ഷമിക്കാം. ഇത് പബ്ലിക്കായിട്ട് പറയുമ്പോ ഇത്തിരി ക്ഷമിക്കാൻ പറ്റുമോ? ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ, ഇതിനെ പറ്റിയിട്ട് ഇത് ശരിയാണോ എന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഇന്നിപ്പോ ഇത്രയേ ഉള്ളൂ പറയാൻ. താങ്ക്